അതായത് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. മെന്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയ കുറെ സമയങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് അതായിരുന്നു വലുത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഡയമണ്ട് കപ്പിൾസിലെ ആൻ മേരിയുടെ ഭർത്താവായിട്ടുള്ള അഖിൽ രാമചന്ദ്രന്റെ വാക്കുകളാണിത്. നമുക്കറിയാം, കുറച്ചു വർഷങ്ങളായിട്ട് വർണ്ണാധിക്ഷേപങ്ങളുടെയും ജാതി അധിക്ഷേപങ്ങളുടെയും കടന്നുപോയ കപ്പിൾസ് ആണ് ഈ ഡയമണ്ട്സ് കപ്പിൾസ് എന്ന് പറയുന്നത്. ഇവരുടേത് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻമേരിക്ക് നേരിടേണ്ടി വന്നത് വർണ്ണവിവേചനം. അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മറികടന്ന് അവരിപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇവർ രണ്ടുപേരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല അല്ലേ? അതെല്ലാം ഓക്കെ ആയി വരുന്നതിന് ഇടയ്ക്കാണ് ആൻമേരിയുടെ അനിയന്റെ മരണവും സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അതിനു മുന്നേ റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു അത്യാവശ്യം അടിപൊളി ചാനലായിരുന്നു ഇവരുടെ. അതിനിടയ്ക്കാണ് വലിയൊരു ബ്രേക്ക് ഇവർ എടുക്കുന്നത്. അതോടെ ഇവരോട് ഒരുപാട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്താണ് നിങ്ങൾ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. അതിനെല്ലാം മറുപടിയായിട്ട് ആൻമേരി തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് അതിനുശേഷം ആൻമേരിയുടെ ആംഗിളായിട്ടുള്ള അലന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് കണ്ടിട്ട് വരാം. നമ്മളെ ഇവിടം വരെ എത്തിച്ചത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഇതൊക്കെ കാരണമാണ്. നമ്മള് അങ്ങനെ തുടങ്ങിയ ലൈഫ് 4 പേര് അറിഞ്ഞ് അങ്ങനെ ഒരു ഇങ്ങനെ നിങ്ങളെ പോലുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തി. അപ്പൊ നമ്മളെ വീഡിയോ കാണാത്ത അവരും വിചാരിക്കേണ്ടാവും, എന്തുകൊണ്ട് ഇവരിപ്പോ ഒന്നും വീഡിയോ ഇടുന്നില്ല. നമുക്കും അത് ആ ഒരു ഇത് കളയണം എന്നൊന്നും ആഗ്രഹമില്ല. നമുക്കും ഇനി നിറയെ വീഡിയോസ് ചെയ്യണം, ഒന്നും കൂടെ വീണ്ടും വീഡിയോസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം വീണ്ടും റീച്ച് ആവണം. ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമുക്ക് ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. എപ്പോഴും ഒരാൾക്ക് ഹാപ്പിനെസ് മാത്രമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാലല്ലോ. നമ്മുടെ എല്ലാം നിറഞ്ഞതാണ് ലൈഫിൽ. എപ്പോഴും സന്തോഷം മാത്രം ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളായിരിക്കില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മള് വീഡിയോ എടുക്കാത്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഫുൾ ഹോസ്പിറ്റൽ കേസാണ്. അതായത് എപ്പോഴും ആശുപത്രിയിൽ ഇറങ്ങാൻ സമയമില്ലാത്ത കുറച്ച് നാളുകളാണ്. അതായത് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. മെന്റലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയ കുറെ സമയങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് അതായിരുന്നു വലുത്. നമ്മുടെ ഹെൽത്ത് നോക്കണം, നമ്മുടെ മക്കള് അവരുടെ കാര്യങ്ങൾ നോക്കണം, അതൊക്കെയായിരുന്നു വലുത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാത്തതിന്റെ മെയിൻ ഒരു റീസൺ നമ്മുടെ ഹോസ്പിറ്റൽ. അങ്ങനെ ആൻമേരി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് വീഡിയോ ഇടാത്തതെന്നാണ്. മെയിനായിട്ട് ഇവര് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളായിട്ട്. എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത്, എന്തായിരുന്നു കാരണമെന്നൊന്നും ഇവര് തുറന്നു പറയുന്നില്ല. നല്ല കാര്യം, ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കണം. എന്തായാലും ഇതായിരുന്നു ആൻമേരി അവസാനമായിട്ട് ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് ആൻമേരിയുടെ അനിയന്റെ മരണം കൂടി സംഭവിക്കുന്നത്. ഓൾറെഡി അവര് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആകുമ്പോൾ എങ്ങനെ താങ്ങുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പറയുന്ന ഈ ആൻമേരിയുടെ ആംഗളയും തമ്മിൽ നല്ല ആത്മബന്ധമായിരുന്നു. അങ്ങനെ ഒരാൾ പെട്ടെന്ന് വേർതിരിയുന്ന സമയത്ത് എങ്ങനെ സഹിക്കുമോ എന്തോ എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും അലൻ മരിച്ച സമയത്ത് അലന്റെ മൃതദേഹം വീട്ടിലോട്ട് കൊണ്ടുവന്ന സമയത്ത് ആൻമേരിയുടെ ഒരു ഇരിപ്പുണ്ട്. അത് കണ്ട സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കും. ഈ ആൻമേരിയുടെ കുടുംബത്തിന് ഇതൊക്കെ താങ്ങാനുള്ള സഹനശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ആൻമേരിയുടെ സഹോദരനായിട്ടുള്ള അലന്റെ മരണം. അലന്റെ നാടായിട്ടുള്ള പാലക്കാട് മുണ്ടൂര്. അലന്റെ മരണം മുൻ വിവാദമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മുന്നേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് CPM അവിടെ ഒരു ഹർത്താൽ വരെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് CPM ഇങ്ങനെയൊക്കെ ഹർത്താലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ മരണത്തിന് പിന്നിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ. തീർച്ചയായിട്ടും അലന്റെ മരണത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യാൻ കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. സംഭവം കുറച്ച് ദിവസങ്ങളായി ഈ അലന്റെ നാടായ പാലക്കാട് മുണ്ടൂര് വൻ രീതിയിലുള്ള കാട്ടാന ശല്യമുണ്ട്. പലരും ഈ കാട്ടാനകളുടെ ശല്യം കാരണം സ്വന്തം വീട് വിട്ട് പോകാൻ തുടങ്ങി. സ്വന്തം ഊരും കൂടിയേക്കാളൊക്കെ വലുതാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം. ഏത് സമയം ഇവരുടെയൊക്കെ താമസ സ്ഥലം കാട്ടാന ആക്രമിച്ചേക്കാം. അങ്ങനെയായിരുന്നു അവിടെയുള്ള നാട്ടുകാരൊക്കെ ജീവിച്ചിരുന്നത്. വലിയ ഭീഷണിയായിരുന്നു അവിടുത്തെ നാട്ടുകാർ കുറച്ച് ദിവസങ്ങളായി നേരിട്ടുകൊണ്ടിരുന്നത്. അവസാനം സൈറ്റ് ഇവർ വനംവകുപ്പിന് നിവേദനം വരെ നൽകി.
ഇവിടെ നല്ല രീതിയിൽ കാട്ടാന ശല്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ വനം വകുപ്പ് അത് കാര്യമായിട്ട് എടുത്തില്ല. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്ത് കാട്ടാന ഇറങ്ങുന്ന സ്ഥലത്ത് കുറച്ച് വേലി കെട്ടിയിട്ട് എന്ത് കാര്യം? വേലി കെട്ടിയോണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആന അടുത്തൂടെ പോകുമ്പോഴത്തേക്കും ആ വേലി അങ്ങ് തകരും. അങ്ങനെ ആ രീതിയിലായിരുന്നു അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് അലൻ ലീവ് എടുത്ത് നാട്ടിലോട്ട് വരുന്നത്. സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് കൊല്ലത്തുള്ള സ്ഥാപനത്തിൽ നിന്നും ലീവ് എടുത്തിട്ടാണ് അലൻ നാട്ടിലോട്ട് വരുന്നത്. കൊല്ലത്തൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന അലൻ നാട്ടിലോട്ടൊക്കെ വന്ന് ഒരു ദിവസം ലീവൊക്കെ എടുത്ത് നാട്ടിലോട്ട് വന്ന് തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു. അലനും അമ്മയും കൂടെ ചേച്ചിയായിട്ടുള്ള ആൻമേരിയിൽ പോയി തിരിച്ചു വരുമ്പോൾ നേരം രാത്രിയായി. വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് അങ്ങനെ വീട്ടിലോട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നു ഏകദേശം വീട്ടിലോട്ട് എത്താറായി. ഒരു 50 മീറ്റർ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അടുത്തുള്ള ഒരു പ്ലാവിൽ നിന്നും കാട്ടാന ചക്ക പറിച്ചെറിയുന്നത്. ചക്ക പറിച്ച് തിരിയുന്നതും ഇവരുടെ മുന്നിലാണ് വെട്ടത്. ഇവരാണെങ്കിൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റും അടിച്ചിട്ടാണ് വരുന്നത്. ഫ്ലാഷ് ലൈറ്റ് കണ്ടപ്പോൾ ആന എന്താക്കി കൂതറി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പാഞ്ഞോടി. ആന പാഞ്ഞു വന്നത് ഇവരുടെ മുന്നിലേക്കായിരുന്നു. തൊട്ടു മുന്നിലുണ്ടായിരുന്നത് അലന്റെ അമ്മയായിരുന്നു. അമ്മയെ പിടിച്ചു മാറ്റി അലൻ മുമ്പിലോട്ട് കയറിയതും ആനയുടെ കൊമ്പ് അലന്റെ നെഞ്ചിലോട്ട് തുളച്ചു കയറി. അലന്റെ വാരിയിൽ പൊട്ടി ഹൃദയത്തിൽ തളച്ചു. ഉടൻ മരണം സംഭവിക്കുകയായിരുന്നു. അലന്റെ അമ്മയ്ക്കാണെങ്കിൽ നട്ടലിന് സാരമായിട്ടുള്ള പരിക്കുകളും ഏറ്റു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി. എന്തായാലും ഇവരെ കുത്തിയിട്ട് കാട്ടാന ഓടിപ്പോയി. അമ്മ എന്ത് ചെയ്തു? ഉള്ള ജീവൻ വെച്ചിട്ട് ആൻമേരിയെ വിളിച്ചു. ആൻമേരിയും മറ്റുള്ളവരെയും കാര്യമറിയിച്ചു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴേക്കും അലൻ മരിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അലനെ ഇവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. രാത്രി 7:30നും 8:00നും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. സഹോദരിയുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു അലനും അമ്മ വിജിയും. വരുന്നതിനിടെ അടുത്തുള്ള കടയിൽ കയറി വീട്ടിലേക്ക് ആവശ്യമായ പാൽ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങളും വാങ്ങി. ഈ സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, വൈദ്യുതി ബന്ധം ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാന മുന്നിൽപ്പെട്ടത് ഇവർ രണ്ടുപേരും കാണുകയും ഉണ്ടായില്ല. ആദ്യം കാട്ടാന ആക്രമിക്കാൻ അടുത്തത് അമ്മ വിജയാണ്. അപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ഈ അലന്റെ നേരെ ആക്രമണം ഉണ്ടായത്. ഈ കൊമ്പുകൊണ്ട് അലന്റെ ഇടത് നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നെഞ്ചിനേറ്റ പരിക്കാണ് അപകട കാരണമായത്. അമിത രക്തസ്രാവം ഉണ്ടായി. അമ്മ കയ്യിലുള്ള ഫോൺ വെച്ച് സഹോദരി, അതായത് മകളെ വിളിക്കുന്നു. മകൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിക്കുന്നു. അവരാദ്യം വിചാരിച്ചത് വീട്ടിനകത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ്. അവിടേക്ക് പോയി നോക്കുന്നു, അവിടെ കണ്ടില്ല. പിന്നീട് ആളുകളേറെ പേടിച്ച് കുറെ സമയമെടുത്താണ് ഇവിടേക്ക് വന്ന് നോക്കുന്നത്. അപ്പോഴാണ് അമ്മയെയും മകനെയും കാണുന്നത്. അലൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അലന്റെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി 3 കാട്ടാനകളാണ് ഈ പ്രദേശത്ത് ചുറ്റിപ്പറ്റി നിന്നിരുന്നത്. പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരൊക്കെ വരും, പടക്കം പൊട്ടിക്കും, ബഹളം ഉണ്ടാക്കും, കയറ്റിവിടും. പക്ഷെ അപ്പോഴും ഉൾക്കാട്ടിലേക്ക് ആന പോയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയും ഈ പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായൊരു മുന്നറിയിപ്പ് പ്രദേശവാസികൾക്ക് നൽകിയില്ല. അങ്ങനെ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. കാരണം അലന്റെ വീടിന്റെ വെറും 50 മീറ്റർ നടന്നാൽ അവർ വീടെത്തുമായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ റിപ്പോർട്ടറും പറയുന്നത്, അല്ലെ? പക്ഷെ ആ റിപ്പോർട്ടർ എടുത്തു പറഞ്ഞ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു എന്നാണ്. അലൻ മരിക്കുന്ന സ്ഥലത്ത് പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ആ ലൈറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദൂരെ വെച്ച് ആനയെ കാണാമായിരുന്നു അലനും അമ്മയ്ക്കും. മുൻകരുതൽ എന്ന പോലെ ആന പോകുന്നതുവരെ അമ്മയ്ക്കും അലനും മാറി നിൽക്കാമായിരുന്നു. അവർക്ക് അതിന് പോലും പറ്റിയില്ല എന്നുള്ളതാണ്. ആന തൊട്ടു മുന്നിലെത്തിയപ്പോഴാണ് ഇവർ ആനയെ കാണുന്നത്. അതൊരു വൻ വീഴ്ചയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് മുന്നറിയിപ്പ് നൽകിയിട്ടും വനം വകുപ്പിന്റെ അനാസ്ഥ. ഇവിടുത്തെ നാട്ടുകാർ വനം വകുപ്പിനോട് പറഞ്ഞ് സഹി കെട്ടിട്ടുണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് അലന്റെ കൂട്ടുകാരും വീട്ടുകാരും ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. അലൻ കൊല്ലത്ത് ജോലി എടുക്കുകയായിരുന്നില്ല, അപ്പൊ എന്നാ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്തത്? 4-ാം തീയതിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അതിനുശേഷം ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇവരുടെ അപ്പൻ്റെയും അമ്മയുടെയും. അതിനുവേണ്ടി വൈകുന്നേരം സർപ്രൈസ് ആയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. ബാക്കിൽ നിന്ന് വന്നിട്ട് ആക്രമിച്ചു. കാരണം ഒരു ഫോൺ ഫ്ലാഷ് അടിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ഫോൺ ഫ്ലാഷിൽ എന്തായാലും ദൂരമുള്ള ആനയെ നമുക്ക് കാണാനും പറ്റില്ല. പിന്നെ ബാക്കിൽ നിന്ന് വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും അതാണ് MLA ഒന്നും അവർക്ക് വേണ്ട ഫണ്ട് എന്താണെന്ന് വെച്ചാൽ ശരിയാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് എന്നാണ് പറയുന്നത് അവർ. ഞങ്ങൾ 4 മാസമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കൃഷിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ വാടക കൊടുത്തിട്ട് ഇപ്പോൾ മുണ്ടൂരാണ് താമസിക്കുന്നത്. പലപ്പോഴും രാത്രി 8 മണിക്ക് ശേഷം നമുക്ക് കടയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പം മറ്റുള്ളവരുടെ പണിക്ക് പോകുമ്പം അവർ പറയുന്ന സമയത്തല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഉപജീവനത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നവരാണ് ഞങ്ങൾ. രാത്രി ഇറങ്ങാൻ പറ്റുന്നില്ല. കുരങ്ങ്, ആന,
മലയണ്ണാൻ, ഇത് മൂന്നിന്റെ ശല്യം കാരണം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇപ്പം. ഇതെല്ലാം ഇവിടെ ഇട്ട് ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. വനം വകുപ്പ് എന്താ പറയണേ, ഈ ആനകൾ സ്ഥിരം ഇങ്ങനെ പരിസരത്ത് തമ്പടിക്കും? ഒരു 6 മണിയാകുമ്പോൾ വന്ന് ഈ മലയിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് പൊട്ടിച്ച് പടക്കം പൊട്ടിച്ച് അങ്ങോട്ട് വിടും. അപ്പൊ ആ ഭാഗത്തുള്ളവർ അവരെ വിളിക്കുമ്പോൾ അവർ ആ ഭാഗത്തുനിന്ന് പൊട്ടിച്ച്, എന്നാലും ഉൾക്കാടിലേക്ക് ഒരിക്കലും ഈ ആന കയറി പോകണില്ല. ഇത് ഇവിടങ്ങൾ വിട്ടു പോകണേയില്ല, അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി. ഓക്കെ, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലേ ഇത്. സ്വന്തം ഊരും വീടൊക്കെ വിട്ടിട്ട് വാടക വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത്. എന്തായാലും അതിന്റെ മരണത്തെ തുടർന്ന് എല്ലാം ഒടുവിൽ ഗവൺമെന്റ് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുത്തു. 1 ലക്ഷം രൂപ ചികിത്സാ ഫണ്ടുമായിട്ട് അനുവദിച്ചു. ഓക്കെ, നല്ല കാര്യം. അതുകൊണ്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകട്ടെ. എന്തായാലും ആ കാശ് നഷ്ടപ്പെട്ട ജീവന് പകരമാവില്ലല്ലോ. എങ്കിലും വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തിനായിരുന്നു ഇതൊക്കെ? ഒരു ജീവൻ പോകുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു. ഇനി മറ്റൊരു ജീവനെങ്കിലും ബലിയേടാകുന്നതിന് മുമ്പ് ഉണർന്ന് പ്രവർത്തിക്കൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.